എല്ലാവർക്കും സ്വാഗതം. സാമ്പാറിൻ്റെ കഷ്ണം നമ്മൾ നുറുക്കി അടുപ്പത്ത് വെച്ചായിരുന്നേ. കഷ്ണം എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ണങ്ങളുണ്ട് കേട്ടോ സാമ്പാറിൻ്റെ. കുമ്പളങ്ങ, വെള്ളരിക്ക, പിന്നെ പരിപ്പ്, ഏറ്റവും വേണ്ടപ്പെട്ട സാധനം പരിപ്പാണ്. കായ, വാഴക്കായ, വെള്ളരിക്ക, കുമ്പളങ്ങ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് ഉച്ചത്തേക്ക് ഒരു സാമ്പാർ. കഴിഞ്ഞോ? കുളിച്ച് കഴിഞ്ഞോ? പരിപ്പിനകത്ത് മുളക്, കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത്ര സാധനം ഇട്ട് പരിപ്പ് വേറെയും വേവിച്ചു, കഷ്ണം വേറെയും വേവിച്ചിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി നമുക്ക് വലിയൊരു ചെരുവത്തിലാക്കി ഇത് മിക്സ് ചെയ്യണം, സാമ്പാറാക്കി എടുക്കണം. രണ്ടുപേരും കൂടി കൂടുമ്പോഴാണ് സാമ്പാറാകുക. നമുക്കങ്ങനെ ആക്കിയെടുക്കണം. ഇനി നമുക്ക് തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്, നമുക്കത് അരച്ചെടുക്കാം. തേങ്ങ വറുത്തരച്ച സാമ്പാറാണ്. നമുക്ക് ഇത് നല്ലോണം അരച്ചെടുക്കാം. നമുക്കിത് ഒന്നും കൂടി അരയണം, അരഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ സാമ്പാർ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇതിലേക്ക് ഇനി ഇടുന്നത്. കടുകിട്ടു, ഇനി നമുക്ക് കുറച്ച് ഉള്ളി ഇടാം. കടുക് വറുക്കാനുള്ള സാധനങ്ങളാണ് ഉള്ളിയൊക്കെ കേട്ടോ. കടുക് വറുക്കാം. ഉള്ളി ഇട്ടു. ഇനി നമുക്ക് വെളുത്തുള്ളി മെല്ലെ ഒന്ന് ചതച്ചതാണ്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ഇളക്കി നമുക്കിതൊന്ന് മൂപ്പിച്ച് എടുക്കണം. കടുക് വറുക്കാനാണ്. കടുകിടാവേ. കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. കടുവറ 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 കടുവറ. ഒരു സ്പൂണ്. ഇതൊന്ന് നമ്മൾ കടുക് വറുത്ത് ഇടുന്നുണ്ട്. ഒരു സാധനം നമ്മൾ കടുക് വറുത്ത്, പിന്നെ നമ്മൾ കായപ്പൊടി ഇത് എണ്ണയിൽ മൂപ്പിച്ചിടുമ്പോഴാണ്, അതിൻ്റെ മുകളിൽ ഇടുമ്പോഴാണ് അതിന് ഒരു പ്രത്യേക മണം ഉണ്ടാവും. കണ്ടോ, ഇപ്പം കളറും വരും. നമുക്കിനി അതിലേക്ക് ഇടാം. നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. നമ്മൾ ആദ്യം മൂപ്പിക്കാതെ കായവും ഉലുവയെല്ലാം ഇട്ടു, സാമ്പാറാക്കി വാങ്ങി വെച്ചു. അതിന് ശേഷം നമ്മൾ ഇത്രയും സാധനങ്ങളും കൂടെ ഇട്ടിട്ട് അത് ഇങ്ങനെയൊന്നും ഒഴിച്ച് വെച്ചാലുണ്ടല്ലോ എൻ്റെ മോനെ, സാമ്പാർ ഇഷ്ടമുള്ളവരുടെ നാവിൽ വെള്ളം വരും.
ഇപ്പം തന്നെ ഇത് കൂട്ടി കഴിക്കണം എന്ന് തോന്നും. അത്ര ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാം മൊത്തത്തിൽ കാണണം. അതാ നമ്മളെ പരിപ്പ് ഒഴിക്കുന്നുണ്ട് സാമ്പാറിൻ്റെ. നമ്മൾ പരിപ്പ് വെന്ത പരിപ്പാണ് ഒഴിച്ചത്. നമ്മൾ ശകലം സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ട്. ഇത് പുളിയാണ്. ആ പുളി നമ്മൾ പിഴിഞ്ഞ് ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ സാമ്പാറിൻ്റെ കഷ്ണം എല്ലാം കൂടിയാണ്. തവി അതിലേക്ക് വീണ് പോയി, ചട്ടുക ഇളക്കിക്കൊണ്ട് വന്നത്. ഇനി നമുക്കത് എടുക്കാം. ഉപ്പുണ്ടോ നോക്കി. ഉപ്പൊക്കെ നല്ലോണം ഉണ്ട്, പുളിയുണ്ട്. ഇനി നമുക്കേ ഈ അരപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങായും ഇതെല്ലാം കൂടെ നമ്മൾ അരച്ച ഈ അരപ്പിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. തവി കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് അരപ്പ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇവിടെ ഒരു കല്യാണമുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും വലിയ ചെമ്പടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ പിന്നെ സാമ്പാറൊക്കെ വെക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചെറിയ പാത്രത്തിലല്ലേ സാധാരണ വെക്കുക. അപ്പോൾ ഇവിടെ ആൾക്കാർ വരാനുണ്ട്, അതുകൊണ്ടാണ് സാമ്പാർ വെച്ചത്. കുറച്ച് ഇനി നമുക്ക് അപ്പോൾ ഇതിലിനിയും കുറച്ച് ചൂടുവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ഇതിൽ പുളി ഇച്ചിരി കുറവാണ്, അപ്പോൾ നമ്മൾ കുറച്ച് പുളിയും കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട്. നമ്മൾ കുറച്ച് തക്കാളി വേവിക്കാൻ വെച്ചിരുന്നു സാമ്പാറിൽ ചേർക്കാൻ, അത് വെന്തു. ഇനി നമുക്ക് ഈ തവി കൊണ്ടൊന്ന് വല്ല ഒന്ന് ഉടച്ചതിൻ്റെ ശേഷം നമുക്ക് ആ വലിയ ചെമ്പിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ചെമ്പിലേക്ക് തക്കാളി വേവിച്ചത് ഇടുവാണ്. വേവിച്ച് വെച്ച തക്കാളി നമ്മളതിലേക്ക് ഇട്ടിട്ടുണ്ട്. സാമ്പാർ ആയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ മെയിൻ സാധനമൊന്നും നമ്മൾ ഇട്ടില്ല, ഇനി ഇടാനുണ്ട്. ഉലുവ ഇടണം, നമ്മൾ കുറച്ച് കായപ്പൊടിയും ഇടണം. അപ്പോൾ പുളി ഒരു ശകലം കൂടെ ഒഴിക്കാം ആകാം. അപ്പം ഞാനൊരു നുള്ള പുളിയും കൂടി ഇടുന്നുണ്ട്. നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. വൈകുന്നേരമൊക്കെ വേറെ ഭക്ഷണം കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് വീട്ടിലുള്ളവർക്ക് മാത്രമായിട്ട് നമ്മളിത് ഉണ്ടാക്കുന്ന സാമ്പാർ. ഇനി നമ്മൾ വൈകുന്നേരം വേറെ ഭക്ഷണങ്ങളാണ് വെക്കുന്ന ആൾക്കാർ, വെപ്പുകാർ വരും. ഇത് നമ്മൾ വീട്ടിലുള്ള നമ്മൾ വെച്ചത് ആണ്, ശോഭാസ് കിച്ചണിൽ വെച്ചതാണ്. അപ്പം അത് നിങ്ങൾ കണ്ടു നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. കഴിഞ്ഞിട്ടില്ല, ഇനി നമുക്ക് ഇതിനകത്ത് പണിയുണ്ട്. ഇനി നമുക്ക് കുറച്ച് കായ ഇടണം. നമുക്കിതിലേക്ക് ഉപ്പിടാണ്. ഇതാ
ആദ്യം നമ്മളെല്ലാ കഷ്ണം വേവിച്ചപ്പോഴും ഉപ്പിട്ടിട്ട് വേവിച്ചു. മൊത്തത്തിൽ കൂട്ടി നോക്കുമ്പം ഉപ്പ് കുറവാണ്. അപ്പം നമ്മൾ ഇത്രയും ഉപ്പ് ഇതിലിടുന്നുണ്ട്. ഉപ്പ് കൂടിയാൽ ആപത്ത്. ഇത് നമ്മൾ ഉലുവ പൊടിച്ച് വെച്ച ഉലുവയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇനി നമ്മൾ കായത്തിൻ്റെ പൊടി കുറച്ചിട്ട് കൊടുക്കാം. സാമ്പാറിന് ഏറ്റവും വേണ്ടത് കായപ്പൊടിയാണ്. അപ്പോൾ നമുക്ക് ഇതിന് ആവശ്യമായത് ഇട്ട് കൊടുക്കാം. നമ്മൾ കായപ്പൊടി ഇട്ടു, ഉലുവാപ്പൊടി ഇട്ടു. ഇനി ഇതൊക്കെ മതിയോ എന്നുള്ള ഒരു നോട്ടം കൂടി നമ്മൾ നോക്കട്ടെ. ഏതിടണം? ഉലുവ ഇടണം? അല്ല, ഉപ്പാണ് നിൽക്കട്ടെ. അതിനൊക്കെ പണിയുണ്ട്. അത് ഞാനെല്ലാം ഇട്ടതാണ്. പക്ഷെ രണ്ടാമത് പിന്നെ കുറവായത് കൊണ്ട് അപ്പം നമ്മൾ കുറച്ച് കായവും കിട്ടി, കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ നമ്മൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് ഇളക്കി ചൂടായി വന്നാൽ നമുക്കിത് വാങ്ങി വയ്ക്കാം. നമുക്ക് അത് തിളച്ച് വരുന്നുണ്ട്. ഇതൊന്ന് തിളയ്ക്കണം നല്ലോണം. എന്നിട്ട് നമുക്കിത് വാങ്ങി വെക്കണം. അപ്പോൾ സാമ്പാർ റെഡിയായി. ഇതൊന്ന് തിളച്ചാൽ മാത്രം മതി. ബാക്കി സാമ്പാറിൻ്റെ എല്ലാ കൂട്ടും നമ്മളിതിൽ ചേർത്തു. അപ്പോൾ എല്ലാം കറക്റ്റാണ്, എല്ലാം ഒത്തിട്ടുണ്ട്. ഓക്കെ, സൂപ്പർ. കുറച്ചും കൂടി കഴിഞ്ഞാൽ അധികം കൊഴുക്കും. അപ്പൊ ഇതിന് നല്ല കൊഴുപ്പുണ്ട്. അമ്മ സാമ്പാർ നോക്കിയിട്ട് സൂപ്പറാണോ എന്നുണ്ടെങ്കിൽ ഉള്ളതാന്ന് പറയണം. സൂപ്പറാണോ? സൂപ്പറാണ്. വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ പറ്റും. അപ്പൊ സാമ്പാർ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഇങ്ങോട്ടൊന്ന് വാങ്ങി വെക്കാം. സാമ്പാർ നമ്മൾ വാങ്ങി കൊണ്ടുപോയി ഇവിടെ വെക്കുകയാണ് കേട്ടോ. സാമ്പാർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള സാമ്പാർ. ശോഭാസ് കിച്ചണിലെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.